ചട്ടമ്പി സ്വാമികൾ. അധ്യായം 3. സന്യാസത്തിന്റെ തുടക്കം. വൻതോതിലുള്ള പരിണാമം സംഭവിച്ച ഒരു മനുഷ്യനെയാണ് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ കുഞ്ഞൻപിള്ള ചട്ടമ്പിയിൽ അന്നാട്ടുകാർക്ക് കാണുവാൻ കഴിഞ്ഞത്. ലൗകികമായ ആസക്തികളൊന്നും തന്നെ ആ യുവാവിൻ്റെ മനസ്സിൽ സ്പർശിച്ചതേയില്ല. താരുണ്യത്തെ മതിപ്പിക്കുന്ന വികാരങ്ങൾക്ക് ആ യുവാവിൻ്റെ മനസ്സിൽ പ്രവേശിപ്പിക്കുവാൻ സാധിച്ചില്ല. ബ്രഹ്മചര്യത്തിൻ്റെ കർശനമായ നിഷ്ഠകളിൽ നിന്ന് ലഭിച്ച അമാനുഷമായ സിദ്ധികൾ അയാളിൽ അഭൗമമായ തേജസ്സും വീര്യവും ജ്വലിപ്പിച്ചു. സമ്പദ്ധാർജിക്കുന്നതിനുള്ള യാതൊരു താല്പര്യവും അയാൾക്കില്ലാതെയായി. സുഖഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലങ്ങളാണെന്ന് ഗ്രഹിച്ച കുഞ്ഞൻപിള്ള അതിൻ്റെ വിരുദ്ധ ദിശയിലുള്ള അനശ്വരമായ പാതയിലൂടെ സഞ്ചരിച്ചു. മാനവ സംസ്കൃതിയുടെ ആത്മസത്യം നിലകൊള്ളുന്ന പ്രകാശഗോളത്തിലേക്ക് നേർക്ക് ചട്ടമ്പി സ്വാമികളുടെ മനസ്സ് ചിറകടിച്ചുയർന്നു. ഒരു സാധാരണ പുരുഷനിൽ നിന്ന് ആധ്യാത്മിക പുരുഷനിലേക്കുള്ള യാത്ര ചട്ടമ്പി സ്വാമികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കിട്ടുന്നത് കഴിക്കുക, ഇടം കിട്ടിയെടുത്ത് കഴിയുക, സൗകര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ജീവിക്കുക, ഇതായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജീവിതചര്യ. എല്ലാ അർത്ഥത്തിലും സന്യാസ ജീവിതം തന്നെയായിരുന്നു അത്. സാമൂഹ്യ ജീവിതത്തിൽ നിഷ്കർഷിതമായ ചിട്ടവട്ടങ്ങളിലൊന്നും അദ്ദേഹം ഒതുങ്ങിയില്ല. ആ നിഷ്കർഷകൾ അർത്ഥശൂന്യങ്ങളാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അമ്മയുടെ മരണത്തോടെ അദ്ദേഹം വീടുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു. അതോടെ അദ്ദേഹം പൂർണ്ണ പരിവ്രാജകനായി. ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നിടത്തൊന്നും ചട്ടമ്പി ക്ഷണിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ അറിയാതെ തന്നെ ആളുകൾ എഴുന്നേറ്റ് നിന്നു. പരിവ്രാജക ദീപ്തിയുടെ ഫലമായിരുന്നു അത്. ആഴത്തിലുള്ള ഗ്രന്ഥപാരായണവും തെളിഞ്ഞ ചിന്തയും ഉറച്ച ധാരണകളും അദ്ദേഹത്തെ പണ്ഡിത ലോകത്തിൻ്റെ ആരാധ്യ പുരുഷനാക്കി. പ്രകാശിതങ്ങളും അപ്രകാശിതങ്ങളുമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു. ആ വായന അദ്ദേഹത്തെ ഒരു സഞ്ചരിക്കുന്ന വിജ്ഞാനകോശമാക്കി തീർത്തു. ഈ സന്ദർഭത്തിൽ കുഞ്ഞൻപിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് പുതിയൊരു താവളം ലഭിച്ചു. കുഞ്ഞൻ ചട്ടമ്പിയുടെ അകന്ന ബന്ധത്തിലുള്ള സഹോദരനായിരുന്നു ഓവർസിയർ കേശവപിള്ള. പൊതുമരാമത്ത് വകുപ്പിൽ ഓവർസിയറായിരുന്നു അദ്ദേഹം. തമ്പാനൂർ കല്ലുവീട്ടിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. കുറച്ചു കാലമായി കേശവപിള്ളയുടെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പനി ബാധിക്കുക പതിവായിരുന്നു. പനി വരുന്നതോടെ ഉദരരോഗവും തലപൊക്കും. ചികിത്സാ മുറകൾ പലതും പരീക്ഷിച്ച് നോക്കിയെങ്കിലും അതുകൊണ്ടൊന്നും രോഗശമനമുണ്ടായില്ല. അങ്ങനെ നിരാശനായിരിക്കുന്ന ഘട്ടത്തിലാണ് കുഞ്ഞൻപിള്ള വലിയ സിദ്ധികൾ ആർജിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയിരിക്കുന്ന വിവരം കേശവപിള്ള അറിയുന്നത്. കേശവപിള്ള ഉടൻ തന്നെ കുഞ്ഞൻ ചട്ടമ്പിയെ ചെന്ന് കണ്ട് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തൻ്റെ ഭാര്യയുടെ രോഗത്തിനുള്ള എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തുവാൻ കഴിയുമോ എന്നായിരുന്നു കേശവപിള്ളയുടെ അന്വേഷണം. കുഞ്ഞൻപിള്ള കേശവപിള്ളയുടെ വീട്ടിലെത്തി. മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു കുഞ്ഞൻപിള്ള. എന്നാൽ കേശവപിള്ളയുടെ ദയനീയാവസ്ഥ കുഞ്ഞൻപിള്ളയെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. ഒരു ചെറിയ മന്ത്രവാദത്തിലൂടെ കുഞ്ഞൻപിള്ള ആ സ്ത്രീക്കുണ്ടായിരുന്ന രോഗപീഠയ്ക്ക് ശമനമുണ്ടാക്കി. ആ സ്ത്രീക്ക് അത് പുനർജന്മം കിട്ടിയതുപോലെയായിരുന്നു. കേശവപിള്ളയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞൻപിള്ള ദൈവതുല്യനായി. താമസിയാതെ ആ വീട് കുഞ്ഞൻപിള്ളയുടെയും കൂടി വീടായി മാറി. തിരുവനന്തപുരത്തുള്ളപ്പോഴെല്ലാം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചു. അദ്ദേഹത്തെ തേടി നിരവധി ആരാധകർ ആ വീട്ടിലേക്ക് വരുമായിരുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്നു കൊണ്ട് തന്നെ കുഞ്ഞൻപിള്ള ചട്ടമ്പി ചില ഹ്രസ്വദൂര യാത്രകൾ നടത്തുക പതിവായിരുന്നു. യാത്രകൾ ഭൂരിഭാഗവും രാത്രിയിലായിരുന്നു. ഉള്ളൂർ, നേമം, തിരുവല്ലം എന്നിങ്ങനെ ഒരു യാത്ര കൊണ്ടുപോയി മടങ്ങി വരാവുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു ആ യാത്രകൾ. സമ്പന്നവും അഭിജാതവുമായ വീടുകളിൽ വല്ല അപൂർവ ഗ്രന്ഥങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ രാത്രി യാത്രകൾ. വെയിലിനോട് ഒട്ടും മമതയില്ലായിരുന്നതിനാൽ പകൽ യാത്ര കുറവായിരുന്നു. സന്ധ്യ കഴിഞ്ഞ് തിരിച്ചാൽ പുലരുമ്പോഴേക്കും മടങ്ങി വരുന്ന വിധത്തിലുള്ള യാത്ര. എന്നാൽ എപ്പോൾ വരുമെന്നോ പോകുമെന്നോ ആർക്കും കൃത്യമായി അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് പ്രവചിക്കുവാൻ കഴിയില്ലായിരുന്നു. ഇഴജന്തുക്കളെയോ മറ്റു ക്ഷുദ്രജീവികളെയോ ചട്ടമ്പി സ്വാമികൾക്ക് ഭയമില്ലായിരുന്നു. ഒടിയാ ബാധകൾ ഒഴിപ്പിച്ചു മാറാരോഗങ്ങൾക്ക് ശമനം വരുത്തിയും വൈദ്യനായും മാന്ത്രികനായും സിദ്ധനായും കുറച്ചു കാലം കൊണ്ട് ചട്ടമ്പി സ്വാമികൾ പ്രശസ്തി നേടി. അനുഭവസ്ഥനായ ആളുകൾ വർദ്ധിച്ചതോടെ അതിശയോക്തി കലർന്ന കഥകൾ നാടാകെ പ്രചരിച്ചു. സ്വാമികളെ ദംശിച്ചുവൽ സർപ്പം ചത്തുപോയ കഥയും ഇതിൽ ഉൾപ്പെടുന്നു. മൃഗങ്ങൾ സ്വാമികളെ അനുസരിക്കാറുണ്ടെന്നുള്ള കഥകളും തിരുവനന്തപുരത്ത് പ്രചരിച്ചു. എന്നാൽ അതൊന്നും പറഞ്ഞ് മേനി നടിച്ച് നടക്കുവാൻ ചട്ടമ്പി സ്വാമികൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. വിജ്ഞാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആലോചന. തെക്കൻ തിരുവിതാംകൂറിലെ പ്രശസ്ത തന്ത്രിമാരായിരുന്ന കൂബക്കര പോറ്റിമാർ കൂബക്കര മഠത്തിൽ നിരവധി തന്ത്രഗ്രന്ഥങ്ങളുണ്ടെന്ന വിവരം ചട്ടമ്പി സ്വാമികൾക്ക് ലഭിച്ചു. മഠത്തിൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെ കാര്യസ്ഥനോട് തന്നെ സഹായിക്കണമെന്ന് സ്വാമി അഭ്യർത്ഥിച്ചു. അയാളുടെ സഹായത്തോടെ സ്വാമികൾ അവയെല്ലാം പരിശോധിക്കുകയും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കുറിച്ചെടുക്കുകയും ചെയ്തു. തന്ത്രിമാർ രഹസ്യമായി വെച്ചിരുന്ന ക്ഷേത്രാനുഷ്ഠാന വിധികളും പൂജാവിധികളും പ്രതിഷ്ഠാവിധികളും ശ്രീഭൂതബലി, ഉത്സവബലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രവിജ്ഞാനവും സ്വാമികൾ മനസ്സിലാക്കിയത് ആ ഗ്രന്ഥ പരിശോധനയിലൂടെയാണ്.
പിൽക്കാലത്ത് അവ സ്വാമികൾക്ക് മാത്രമല്ല കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് തന്നെ പ്രയോജനകരമായി തീർന്നു. കുഞ്ഞൻപിള്ള തങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് ഹൃദയസ്ഥമാക്കിയെന്ന് കണ്ട കൂബക്കര പോറ്റിയില്ലത്തെ മുതിർന്ന തന്ത്രി കുഞ്ഞൻപിള്ളയെ പരീക്ഷിക്കുവാനായി തന്ത്ര സമുച്ചയത്തിലെ ചില സങ്കീർണമായ കാര്യങ്ങൾ ചോദിച്ചു. കുഞ്ഞൻപിള്ള അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞപ്പോൾ പോറ്റി അതിശയിച്ചു പോയി. ചട്ടമ്പിയല്ല, ഒരു വിദ്യാധിരാജൻ തന്നെയെന്നാണ് പോറ്റി അതിനോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് ചട്ടമ്പിക്ക് വിദ്യാധിരാജൻ എന്ന വിശേഷണം ലഭിച്ചത്. ഓവർസിയർ കേശവപിള്ള വാമനപുരത്തേക്ക് താമസം മാറ്റേണ്ടതായി വന്നു. സ്വാമിയുടെ പ്രവർത്തന രംഗവും അവിടേക്ക് മാറ്റി. ചട്ടമ്പി സ്വാമികൾക്ക് ആവശ്യമുള്ളതെല്ലാം കേശവപിള്ള വാങ്ങിച്ചു കൊടുത്തു. കൽക്കട്ടയിൽ നിന്നും ബനാറസിൽ നിന്നും വിലപ്പെട്ട പല പുസ്തകങ്ങളും കേശവപിള്ള സ്വാമികൾക്ക് വരുത്തി കൊടുത്തിരുന്നു. വാമനപുരത്ത് താമസമാക്കിയതിനു ശേഷവും സ്വാമി പല ദിക്കുകളിലേക്കും ഹ്രസ്വയാത്ര നടത്തി. പണ്ഡിതന്മാരുടെ വീടുകളിലെ അപൂർവ ഗ്രന്ഥങ്ങൾ തേടിയായിരുന്നു ആ യാത്രകൾ. നാടോടിപ്പാട്ടുകൾ, ഐതിഹ്യങ്ങൾ, ഭൂമിശാസ്ത്ര വിഷയങ്ങൾ എന്നിവ സ്വാമിയുടെ ഇഷ്ട ഗവേഷണ വിഷയങ്ങളായിരുന്നു. ഈ യാത്രകളിൽ കഥകളിൽ ദമയന്തി വേഷം കെട്ടി പ്രശസ്തനായിത്തീർന്ന ദമയന്തി നാരായണപിള്ള സ്വാമിയുടെ അനുഗാമിയായി. കിളിമാനൂരിൽ വെച്ചാണ് സ്വാമികൾ മന്ത്രവാദത്തിലും ജ്യോത്സ്യത്തിലും ഉപരിപഠനം നടത്തിയത്. അവുങ്കൽ കേശവനാശാൻ എന്ന പ്രഗത്ഭ പണ്ഡിതന്റെ അടുത്താണ് സ്വാമി അത്തരം കാര്യങ്ങൾ സംശയനിവൃത്തി വരുത്തിച്ചത്. ചിറയിന്ത്യയിലെ ഗോവിന്ദപിള്ള ചട്ടമ്പി, കാവുങ്കൽ കൊച്ചുരാമൻ വൈദ്യർ എന്നിവരും അപ്പോൾ കേശവനാശന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുമായും സ്വാമി ആശയവിനിമയം നടത്തിയിരുന്നു. മരുത്വാമലയിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികൾ കായ്കൽപ്പന സേവ ആരംഭിച്ചത്. എന്നാൽ അദ്ദേഹം അത് പൂർത്തിയാക്കിയത് വാമനപുരത്ത് വെച്ചായിരുന്നു. ആ പ്രദേശത്തുള്ള അപൂർവ സന്യാസങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് ഇലകൾ പറിച്ച് ചുവച്ച് രുചിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. ഇത് കണ്ട് ചില ഗ്രാമീണ സ്ത്രീകൾ ഇദ്ദേഹത്തിന് ആട് കുഞ്ഞൻപിള്ള എന്ന കിളിപ്പേര് നൽകിയിരുന്നു. വാമനപുരത്തെ ചട്ടമ്പി സ്വാമികളുടെ താമസത്തിന് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സമ്പത്തിന് ഹേതുവാകുവാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ശ്രീ നാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾ സന്ധിക്കുന്നത് ഇവിടെ വെച്ചാണ്. അടുത്ത അധ്യായം ശ്രീ നാരായണ ഗുരുവിൻ്റെയാണ്. ഹിംസ കൊണ്ട് നിലനിൽപ്പുള്ളൂ, എന്നായാൽ ഹിംസ ധർമ്മമായി മാറും, അല്ലെങ്കിൽ മഹാപാപവും മനുഷ്യനെ സംബന്ധിച്ച് രണ്ടാമത്തേതിനാണ് പ്രസക്തി എന്ന് പഠിപ്പിച്ച ശ്രീ നാരായണ ഗുരുവിൻ്റെ അധ്യായം തുടരും.